യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹു എന്തെല്ലാം കൊടുത്തു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഇച്ചിരി കൂടുതൽ സഹോദരിമാർക്ക് അറിവുള്ള ഒരു ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. വലിയ താല്പര്യമാണത് പഠിക്കാൻ. കാരണം അതിനകത്തൊരു ചെറിയ ലവിന്റെ ടച്ച് വരുന്നുണ്ട് അല്ലെ. സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ കഥ പറയുമ്പോ സഹോദരിമാർക്ക് ഇച്ചിരി ഒരു കുളിര് പോരുന്നത് കൊണ്ട് ആ ചരിത്രം ഒന്ന് കാണാതെ പഠിച്ചു വെക്കും. അയ്യൂബിന്റെ വീരത അവിടെ കിടക്കട്ടെ, യൂനുസിന്റെ വീര അവിടെ കിടക്കട്ടെ, സക്കരിയാന്റെ വീര അവിടെ കിടക്കട്ടെ. യൂസുഫ് നബി എന്ന് പറയുമ്പോ പിന്നെ ഉറങ്ങിയിരിക്കണം ഉപ്പാപ്പമാര് ഉമ്മാമാര് മക്കളെ യൂസുഫ് നബിയുടെ ചരിത്രമായി ഒന്ന് എണീച്ചിരുന്നു. അത്രയ്ക്ക് താല്പര്യം. ഞാന് വെല്ലൂർ ബാഖിയാത്തിൽ പഠിക്കുമ്പോ സജാദ് ഉസ്താദിനെ അറിയാം, PSB ഹസ്രത്ത് സൈനുല്ലാബ്ദീൻ ഹസ്രത്ത്. അള്ളാഹു അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും ഇൽമിൽ ബറക്കത്തും കൊടുക്കട്ടെ. വലിയ പണ്ഡിതനാണ്, മഹാനാണ്, വലിയ മഹാൻ. അപ്പോ വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ നോട്ടീസ് നിറച്ച് പേരുള്ളവരാണ് ഇന്നത്തെ വലിയ മഹാന്മാർ. നോട്ടീസ് നിറച്ച് 4 വരി പേര് വെച്ചാൽ വലിയ മഹാനാ, വായിക്കൊള്ളരുത്. അതാണ് ഇന്നത്തെ വലിയ മഹാൻ. ഇത് ഇവരെയൊക്കെ കണ്ടുപിടിക്കണം. ഇവരുടെ പരിസരത്ത് ചെല്ലാനുള്ള യോഗ്യതയൊന്നും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കില്ല. സൈനുല്ലാബ്ദീൻ ഹസ്രത്ത് എന്താണ് ഈമാൻ, എന്താണ് തഖ്വ. അദ്ദേഹം ഈ കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്നവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഉപദേശം കൊടുക്കും. ആ കൂട്ടത്തില് കേരളത്തിൽ നസീഹത്തിന് പോകുന്നവർ റൂമിൽ വരാൻ വേണ്ടി ഒരു ദിവസം വിളിച്ചു. ഇതുപോലെ വാതിനൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ 2-3 സുഹൃത്തുക്കൾ നമ്മളെല്ലാം റൂമിച്ചു. അപ്പൊ പറയാം, നിങ്ങൾ കുറെ ഉപദേശം തന്നു. ആ കൂട്ടത്തിൽ പറഞ്ഞത് ഒരിക്കലും രാത്രി സ്ത്രീകളെ, കേരളത്തിന്റെ മജ്ലിസ് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. സ്ത്രീകളും പുരുഷന്മാരും ഇതുപോലെ ഏതെങ്കിലും ഒരു സാരി കെട്ടിയോ തുണി കെട്ടിയോ മറച്ച് സ്ത്രീകൾ അവിടെയും പുരുഷന്മാരിവിടെയും. അങ്ങനെയുള്ള മജ്ലിസിൽ ഒരിക്കലും നിങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സുലൈഖ ബീവിയുടെയും ചരിത്രം പറഞ്ഞ് ജനങ്ങളെ ഇക്കിളിപ്പെടുത്തരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് എല്ലാ സ്ഥലത്തും സീറാപാരായണത്തിൽ എന്താ യൂസുഫ് നബി ചരിത്രം അല്ലേ. കുറെ സമയം അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. സുലൈഖ ബീവിയെ കാണാൻ വരുന്നു, ചെന്താമര പൂ ചുണ്ടാണ് മക്കളെ എന്നൊക്കെ പറയുമ്പോ താത്തമാര് ഇങ്ങനെ ഇതിങ്ങനെ രാത്രി കാലത്ത് ഇങ്ങനെ ഒരുപാട് പറയാൻ പാടില്ലെന്ന. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറഞ്ഞുകൂടാന്നല്ല, പക്ഷെ അതിന് ചില ലിമിറ്റൊക്കെ വെക്കും. ചില ആൾക്കാർ എഴുത്തുകാരൊക്കെ എഴുതുന്ന കണ്ടാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും വിചാരിച്ചിട്ടില്ലാത്ത സൗന്ദര്യമാണ് സുലൈഖ ബീവിക്ക് എഴുതി കൊടുക്കുന്നത്. അതൊന്നും പാടില്ല. അതൊക്കെ ചരിത്രത്തിന്റെ വഴി തന്നെ. ഏതായാലും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹ് കൊടുക്കാൻ ഇനി എന്താ ഉള്ളത്? കൂടപ്പിറപ്പുകൾ കൊണ്ടുവന്ന് പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. കൂടെ പിറന്ന 11 സഹോദരങ്ങൾ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ നിന്ന് റഹ്മാനായ പടച്ച റബ്ബ് ഈജിപ്തിന്റെ അധികാര സോപാനത്തിലേക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവരുമ്പോഴോ ലോകം ഞെട്ടിപ്പോകുന്ന സൗന്ദര്യമാണ്. അള്ളാന്റെ ഹബീബിനാണ് ഏറ്റവും വലിയ സൗന്ദര്യം അല്ലാഹു കൊടുത്തതെങ്കിൽ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സൗന്ദര്യം അല്ലാഹു കൊടുത്തതാർക്കാണ്? യൂസുഫ് നബി അലൈഹിസ്സലാമിനാണ്. മാപ്പിളപ്പാട്ടുകളൊക്കെ അറിയുന്ന സഹോദരങ്ങൾക്കറിയാം. മിസ്രിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും ദീന തൊളിരാജാത്തി ഇഷ്കക്കടലിന്റെ മോശ പോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീ യൂസുഫ് നബി നിറഞ്ഞല്ലോ. സൗന്ദര്യം എല്ലാം അല്ലാഹു കൊടുത്തു. എന്നിട്ട് റബ്ബ് ചോദിച്ചു, ഇനി എന്തു വേണം യൂസുഫ്? ഇനി എന്തു വേണം? സ്വപ്ന വ്യാഖ്യാനം പറയാൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നല്ലതുപോലെ കഴിവ് അല്ലാഹു കൊടുത്തു. ഇന്നതൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, വെറുതെ അല്ല. താത്തമാരൊക്കെ രാത്രി നിലവിളക്കും കൊലവിളക്കും സീരിയൽ കണ്ട് രാത്രി പറയാതെ സീരിയലും കണ്ടത് ഇങ്ങനെ കിടന്നു പറഞ്ഞു. ഇക്ക ജോലിയും കഴിഞ്ഞ് വരുമ്പോ താത്ത നടക്കണം. അല്ലോ ഐശത്തെ തീർന്നാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടിച്ച് ഞെട്ടു. ഈ സമയത്ത് ഇയാൾ എന്തെങ്കിലും ഓതി കൊടുക്കണ്ടേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട് പണിയും ഒത്തപ്പണിയും റബ്ബർ തോട്ടത്തിന്റെ പണി ഇതെല്ലാം ചെയ്തിട്ട് വരുന്ന പാവപ്പെട്ട രാത്രി ഉള്ളവർപ്പിൽ നിനക്ക് ഓതാനാണ് നേരമുണ്ട്. ഇവർക്ക് ഓതി കൊടുക്കാനുള്ള ദിക്റ് വേറെ. ഞാൻ പറഞ്ഞു, ഔദു ബില്ലാഹി മിനക്കട്ട ശൈത്താനെ, നിനക്കെന്തേലും വന്നാൽ എനിക്കെന്തേലും ചെയ്യാൻ അടിപൊളി മന്ത്രം ഇത് ചൊല്ലിക്കൊടുത്ത് അപ്പോഴേ വിചാരിയുള്ളൂ.
ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ കണ്ട് രാത്രി സ്വപ്നം വായിക്കാനെന്നല്ല, നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങളെ കാണുക. വല്ലതും ഓതി പറഞ്ഞു കിടക്കണം. ഉറങ്ങുന്നതിന് മുമ്പ് ചെല്ലാനുള്ള ദിക്റ് പഠിച്ചു വെച്ചാൽ പോരാ. പുലാരി വെള്ളിയാഴ്ച പറയും, നമ്മൾ കേട്ടോണ്ട് നമ്മളങ്ങ് വീട്ടിൽ പോകും. നമുക്ക് തോന്നണക്ക് റിമോട്ട് നെഞ്ചത്ത് വെച്ച് ഇംഗ്ലീഷ് പടം കൊണ്ടിട്ട് കിടന്നങ്ങ് ഉറങ്ങും. ഇതൊക്കെ മാറ്റണം നമ്മൾ. സലാത്ത് ചൊല്ലി, ദിക്റ് ചൊല്ലി, ഔദു ബില്ലാഹിൽ ശൈത്താനിർ റജീം പറഞ്ഞ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് ശരീരമൊക്കെ തടവിയിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ. അടുത്ത് കിടക്കണ ആളിനല്ല ഓതി ഊതിക്കൊണ്ട്. നമ്മളെ സ്വന്തം ശരീരത്തിന് ഇതൊക്കെ പിശാചിൽ നിന്നുള്ള രാത്രിയുള്ള കാവലിന്റെ ആയത്തുകളും സൂറത്തുകളും ഒരുപാടുണ്ട്. അതൊക്കെ ഓതി അള്ളാഹുവിനോട് കാവല് ചോദിച്ച് സന്തോഷമായിട്ട് കിടന്നുറങ്ങണം. ഉളുവോട് കൂടി ഉറങ്ങിയാൽ ഉണരും വരെ അവനുള്ള റൂഹ് സുജൂദിലാണ് ലോകരേ. എടുത്തുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കിടന്നുറങ്ങിയാൽ നേരം പുലരുന്നതുവരെ അവനുള്ള റൂഹ് സുജൂദിലാ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നു എടുത്തുകൊണ്ട് എന്ന് കിടക്കുന്നു. ഭർത്താവ് എടുത്തുകൊണ്ട് കിടക്കുന്നു. ഇക്കാ തൊടല്ലേ ഒന്നു എന്ന് പറഞ്ഞാ കാര്യം നടക്കൂല. അത് ഒന്നു മുറിയണ കാര്യമല്ല, അത് ജീവിതം തന്നെ മുറിഞ്ഞു പോകും. അത് പറ്റൂല. ഒന്നു എടുത്തുകൊണ്ട് കിടന്നോ, ഒന്നു എടുത്തുകൊണ്ട് കിടന്നാ മതി. ഉദു എടുത്തുകൊണ്ട് കിടന്നാൽ മതി. ഭർത്താവിന്റെ കൂടെ കിടന്നാലും ശരി, വാപ്പാരുടെ കൂടെ കിടന്നാലും ശരി, ഉമ്മാരുടെ കൂടെ കിടന്ന മക്കളുടെ കൂടെ ഉറങ്ങുന്നതിന് മുമ്പ് ഉദു എടുക്കുക. വളരെ പുണ്യകർമ്മം. എന്റെ പ്രിയപ്പെട്ടവരെ, യൂസുഫ് നബി അലൈഹിസ്സലാമിന് അതെല്ലാം പടച്ച റബ്ബ് കൊടുത്തു. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്. അല്ലാഹുവേ, ഈജിപ്തിന്റെ അധികാരം തന്ന പടച്ചവനെ, സൗന്ദര്യം തന്ന റബ്ബേ, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്ന നാഥാ, ഇനി എന്തു വേണമെന്ന നിന്റെ ചോദ്യത്തിന് പകരമായി എനിക്ക് ചോദിക്കാനുള്ളതെന്തെന്നറിയോ? തവഫനീ മുസ്ലിമാ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണല്ല, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണല്ല, എന്നെ മുസ്ലിമായിട്ടല്ലാരെ മരിപ്പിക്കല്ല തമ്പുരാന്. ആരാ ചോദിക്കുന്നത്? പ്രിയപ്പെട്ടവര്, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. ഒറ്റ ചോദ്യമുള്ളൂ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ. കാരണം എന്താ? ആ വിഷയത്തിൽ മൂപ്പർക്കും വലിയ വിശ്വാസമില്ല. പ്രവാചകനാണ്. വേറെന്തെല്ലാം ചോദിക്കാനുണ്ട്? ഇത് അള്ളാഹുവോട് ചോദിച്ച് വാങ്ങിച്ചേ പറ്റൂ. ഇത് കരുണക്കടലായ പടച്ചറബിനോട് ചോദിച്ച് വാങ്ങിച്ചേ പറ്റൂ. എന്റെ പ്രിയപ്പെട്ടവരെ,